എന്നെ ഒരുപാട് പേരിലെ നമ്മളെ മീൻസ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് എങ്ങനെ നമുക്കൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്താണ് തുടങ്ങാൻ പറ്റുക, എന്തൊക്കെയാണ് നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ബിസിനസ്. ഞാൻ ഇന്ന +2 പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ബിസിനസ്സിലേക്ക് ഇറങ്ങി വരാൻ താല്പര്യമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് മെസ്സേജ് ഇട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ നമുക്കൊരു എന്താണ് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റിയ ബിസിനസ്, അല്ലെങ്കിൽ ചിലർ ബിസിനസ് കണ്ടുവച്ചിട്ട് തന്നെ ഇത് നമുക്ക് എത്ര രൂപ വേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന ഇതായിട്ടുള്ള ഒരു മെസ്സേജുകളും കോളുകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ 50,000 രൂപ കൊണ്ട് ഇപ്പോൾ ഒരു 50,000 രൂപ നമുക്ക് എവിടുന്നേലൊക്കെ റോൾ ചെയ്തെടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു 50,000 രൂപ കൊണ്ട് നമുക്ക് ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്താണ് നമ്മൾ തുടങ്ങുക, എന്തൊക്കെയാണ് നമുക്ക് അതുകൊണ്ട് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സുകൾ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വീഡിയോകൾ ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ദിസ് ഇസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമുക്ക് 50,000 രൂപ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തുടങ്ങാൻ കഴിയുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെറിയ മുതൽ മുടക്കിൽ, ഏറ്റവും വളരെ ചെറിയ മുതൽ മുടക്കിൽ നമ്മൾക്ക് തുടങ്ങാൻ പറ്റുന്ന ചെറിയ ബിസിനസ്സുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിലേറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത്, സംശയമില്ലാതെ പറയുന്ന ഒരേ സംഭവം എന്ന് പറയുന്നത് മൊബൈൽ ആക്സസറീസിൻ്റെ ഷോപ്പാണ്. ഓക്കെ, അതിൽ നമുക്കറിയാം, മൊബൈൽ എന്ന് പറയുന്ന സംഭവം ദിനം പ്രതി അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആക്സസറീസും കാര്യങ്ങൾക്കൊക്കെ വളരെ ഡിമാൻഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിലവിൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഇറങ്ങിയത് മുതൽ നമുക്കറിയാവുന്ന സംഭവമാണ്. അപ്പോൾ ഇനിയും കുറച്ച് കാലം, കുറേ കാലം നമ്മൾ ഈ മൊബൈലുള്ള കാലം വരെയൊക്കെ ഇത് മുന്നോട്ട് പോകുന്നൊരു തന്നെയാണ്, ഡിമാൻഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്തുള്ള, എന്നാൽ ചെറിയ മുതൽ മുടക്കിൽ ചെറിയ പൈസ കൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന, എന്നാൽ പെട്ടെന്ന് ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് ഈ ഒരു മൊബൈൽ ആക്സസറി ഷോപ്പ്. അപ്പോൾ ഇതിന് വളരെ ചെറിയ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ബിസിനസ്സാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ഗോൾഡിൻ്റെ ഒക്കെ റേറ്റ് ഒരുപാട് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അതിനെ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഗോൾഡ് വളർന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് മേടിക്കുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകളും അല്ലാത്ത ആളുകളും, ഗോൾഡ് ഉപയോഗിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വെഡ്ഡിങ്ങിന് അടക്കം, അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷൻസിനും കാഷ്വലായിട്ട് ഉപയോഗിക്കാനൊക്കെ സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഒരു ആർട്ടിഫിഷ്യൽ ജ്വല്ലറി എന്നുള്ളത്. ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും അല്ലാത്തവരാണെങ്കിലും ഇപ്പോൾ എല്ലാ ഫങ്ഷൻസിനും, എല്ലാ കാഷ്വൽസിനും, എല്ലാ രീതിയിലും ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ജ്വല്ലറീസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജ്വല്ലറികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ മുതൽ മുടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സൂപ്പർ ഷോപ്പ് ബിസിനസ്സാണ് കേട്ടോ ഈ ഒരു ആർട്ടിഫിഷ്യൽ ജ്വല്ലറി എന്നുള്ളത്. മൂന്നാമത്തെ ബിസിനസ് എന്ന് പറയുന്നത്, നമുക്കറിയാം, വളരെ ചെറിയ പൈസ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റും നല്ല മാർജിനും നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന ഒരു ബിസിനസ്സാണ് പെർഫ്യൂം ബിസിനസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ചെറിയ ഷോപ്പും ചെറിയ സ്പേസ് ഇല്ലെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ഓൺലൈനിലൊക്കെ തുടങ്ങണമെങ്കിൽ പോലും നമുക്ക് വളരെ ചെറിയ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഈ പെർഫ്യൂംസ് ബിസിനസ് എന്ന് പറയുന്നത്.
അതേപോലെ തന്നെയാണ് നാലാമത്തെ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ബിസിനസ്സാണ്. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ 10 രൂപ ഏതെടുത്താലും 10 രൂപ 20 രൂപ 30 രൂപ എന്നുള്ള റേഞ്ചിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ്സാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസയാണ് അതിനെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെത്തൊരു ചെറിയ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് കൊടുന്ന് ആളുകൾക്ക് നല്ല രീതിയിൽ കണ്ണ് നിറയെ കാണുന്ന രീതിയിലേക്ക് നമുക്കതിനെ സെറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കതിനെ വിറ്റ് ബിസിനസ് ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു ബിസിനസ് ഒരു ഇതാണ് സ്റ്റേഷനറി ഷോപ്പ് എന്നുള്ളത്. നമുക്കറിയാം സ്കൂൾ കോളേജ് ഓഫീസുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസ് സംഭവങ്ങളൊക്കെ ഉള്ളിടത്ത് നമുക്കൊരു ഒരു സ്റ്റേഷനറി ഷോപ്പ് ചെറിയൊരു രീതിയിൽ ചെറിയ റൂമൊക്കെ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് നടക്കും. എല്ലാ കാലത്തും ബിസിനസ്സുള്ള എല്ലാ കാലത്തും സ്കൂളും കോളേജുകളും നിലനിൽക്കുന്ന കാലം വരെ നടക്കുന്നൊരു ബിസിനസ് ആയതുകൊണ്ട് ഭയങ്കര ലോങ് ടൈമിലേക്ക് നമുക്ക് വലിയ രീതിയിലേക്ക് ഉയരാനും കഴിയുന്നൊരു ബിസിനസ്സാണ് ഈ സ്റ്റേഷനറി ബിസിനസ് എന്നുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ആറാമത്തെ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ബിസിനസ്സാണ് ഗിഫ്റ്റ് ഐറ്റംസ് ബിസിനസ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും എന്ത് ഫംഗ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ബർത്ത്ഡേ ആയാലും അതേപോലെ തന്നെ എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറുന്നൊരു കാലഘട്ടത്തിലൂടെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഇപ്പോൾ ബർത്ത്ഡേ, വിവാഹം അല്ലെങ്കിൽ മറ്റു ചടങ്ങുകൾ, ഫങ്ഷൻസുകൾ, ഇതിനൊക്കെ ഗിഫ്റ്റ് സർപ്രൈസുകൾ പോലൊക്കെയുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഗിഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ പരിപാടി തുടങ്ങുന്നത് നല്ലൊരു സംഭവമാണ്. അതേപോലെ തന്നെ ഏഴാമത്തെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കോസ്മെറ്റിക് ബിസിനസ് എന്നുള്ളത്. കോസ്മെറ്റിക്സിൻ്റെ ഒരു ചെറിയ ഷോപ്പ് എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക്സ് നമുക്കറിയാം, ആ ബിസിനസ് ചെയ്യുന്നവർക്കറിയാം നല്ല ചെറിയ നമ്മൾ എന്താ പറയുക ചെറിയ കോസ്റ്റുകൾ വരുന്നുള്ളൂ നമുക്കതിൻ്റെ ബൾക്ക് പർച്ചേസ് നടത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമുക്കതിൽ ഷോപ്പ് റീറ്റെയിൽ പ്രൈസ് എന്നൊക്കെ പറയുന്നത് വലിയ വിലയാണ്. ഓക്കെ, അപ്പോൾ അത് സ്ത്രീകളാണ് അതിൻ്റെ കൂടുതൽ കസ്റ്റമേഴ്സ് എന്നുള്ളത് കൊണ്ടും നമുക്ക് നല്ല രീതിയിലൊരു ബിസിനസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, എട്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഹോം ഡെക്കോർ ഐറ്റംസ് ആണ്. അത് നമുക്ക് ഇപ്പോൾ നമുക്കറിയാലോ, നമുക്ക് പെയിൻ്റ് അടിക്കുന്നതിന് പകരം പല ആളുകളും ഇപ്പോൾ വാൾപേപ്പർ അതുപോലെ സ്റ്റിക്കർ സംഭവങ്ങൾ അങ്ങനെ ഈ ഓഫീസുകളും ഷോപ്പുകളും സംഭവങ്ങൾ വീട്ടിൽ ബെഡ്റൂമുകൾ ഹാള് ഇതുപോലെയുള്ള പല യൂസ് ചെയ്യുന്ന എല്ലാ ഏരിയകളിലും ഇപ്പോൾ ഭംഗിയുള്ള വാൾപേപ്പറും അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഒരു ഓഫീസ് ഒരു ഷോപ്പ് ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ കിച്ചണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കിച്ചൺ ആക്സസറീസ് ഇപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, ഒരുപാട് അത് ക്ലീൻ ചെയ്യുന്നത്, അതിൻ്റെ ബ്രഷുകൾ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾ, അതിൻ്റെ റാക്ക് പോലത്തെ അങ്ങനെ കിച്ചണിലേക്ക് യൂസ്ഫുള്ളായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ഷോപ്പ്. ഓക്കെ, പത്താമത്തെന്ന് പറഞ്ഞാൽ ഒരു സീസണൽ ബിസിനസ്സാണ്. നമുക്കറിയാം മഴക്കാലം അതേപോലെ തന്നെ ഇപ്പോൾ ഈ ചൂടും മഴ ഇതൊക്കെ മാറി വരുന്നത്. അപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് കൊട, സ്കൂൾക്ക് തുറക്കാൻ സമയമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ ബൈക്ക് യാത്രക്കാർക്ക്, സൈക്കിൾ യാത്രക്കാർക്ക്, കാൽനട യാത്രക്കാർക്കൊക്കെ എന്താ പറയല് ആ സമയത്ത് പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലായിട്ടുള്ള മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിസിനസ് സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള 10 ഐറ്റംസാണ് നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തുടങ്ങാൻ കഴിയുന്ന ബിസിനസ്സുകൾ. ഓക്കെ, പിന്നെ നമ്മൾ ഓരോരുത്തരും ഓരോരുടേതായിട്ടുള്ള ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പറഞ്ഞ 10 ബിസിനസ്സിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഏതെങ്കിലും ബിസിനസ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളായിരിക്കും. നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ.